എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സേനാണ്. ദൈനംദിനമായി ഇപ്പോൾ കേരളത്തിൽ പാമ്പുകടി മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കേസുകളിലും ഇത് പാമ്പുകടി കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ തന്നെ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അതായത് ചില ലക്ഷണങ്ങൾ അവർ പാമ്പിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ ലക്ഷണങ്ങൾ പാമ്പുകടി കൊണ്ടായിരിക്കാം എന്നുള്ളൊരു സംശയം ഉണ്ടാവാൻ തന്നെ ഡിലേ വന്നതുകൊണ്ട് പലപ്പോഴും ട്രീറ്റ്മെൻറ്റും ഡിലേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ ഇനി പാമ്പിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് പാമ്പുകടി കൊണ്ടാവാം എന്ന് നമ്മൾ സംശയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചില ജനറൽ ലക്ഷണങ്ങൾ, ഇപ്പോൾ പാമ്പിനെ കണ്ടില്ല, ഒന്നുമില്ല, പക്ഷേ പെട്ടെന്ന് സഡൻലി കുട്ടിക്കോ ഒരു വയസ്സായ ആൾക്കോ ഈ പറയുന്ന ലക്ഷണങ്ങൾ, നോസിയ, വോമിറ്റിംഗ്, അതായത് ഓക്കാനിക്കാൻ വരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഛർദ്ദിക്കുന്നു, സഡൻ ഗിഡിനെസ് ആൻഡ് ടയേർഡ്നെസ്, അവർക്ക് ആകെ മൊത്തം ക്ഷീണം, തളർച്ച, സ്വെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയി പോകുന്നു. നമ്മൾ പലപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ഭക്ഷ്യവിഷബാധയാണ്, ഫുഡ് പോയ്സണിംഗ് ആണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് പാമ്പ് കടിയുടെ ഇനീഷ്യൽ ലക്ഷണങ്ങളിൽ, ജനറൽ ലക്ഷണങ്ങളിൽ ചിലതാകാം. ഇനിയുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലോക്കലാണ്, അതായത് പഠിച്ച ഭാഗം. ചിലപ്പോൾ നമ്മൾ കടിച്ച ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് ബൈറ്റ് മാർക്ക് ഉണ്ടാവാതിരിക്കാം. എല്ലാത്തിലും ബൈറ്റ് മാർക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ ഒന്നിലധികം ബൈറ്റ് മാർക്കുകൾ നമ്മൾ കണ്ടുവന്ന് വരാം. അതുപോലെ തന്നെ ലോക്കൽ റിയാക്ഷൻ, ഇത് അധികവും ഹീമോടോക്സിക് ആയിട്ടുള്ള വൈപ്പർ, അണലിയുടെ കടിയിലാണ് ഇത് സാധാരണ ഉണ്ടാവുന്നത്. അതായത് രക്തം കട്ട പിടിക്കാനുള്ളത് നിർത്തലാക്കുകയാണ് ഈ അണലി വിഷം ചെയ്യുന്നത്. അത് ഹീമോടോക്സിക് ആണ്. അതിലാണ് കൂടുതലായിട്ട് ലോക്കൽ റിയാക്ഷൻ കാണുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പെയിന്, സ്വെല്ലിംഗ്, സ്കിൻ ചേഞ്ചസ്, അതായത് കടിച്ച ഭാഗത്ത് വേദനയുണ്ടാവും, അതുപോലെ തന്നെ അവിടുത്തെ സ്കിന്നിൻ്റെ കളറ് മാറും, അത് കുറച്ച് നെക്രോസ്ഡ് ആവും, അതുപോലെ തന്നെ അവിടെ നീര് വയ്ക്കും, ബ്ലീഡിംഗ് ഉണ്ടാവും, അവിടുന്ന് നിർത്താതെ ബ്ലീഡിംഗ് ഉണ്ടാവും. ഇത് പ്രധാനമായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഹീമോടോക്സിക് ആയിട്ടുള്ള അണലി വിഷത്തിലാണ് കാണുക. ഈ പറയുന്ന ലോക്കൽ റിയാക്ഷൻ ന്യൂറോടോക്സിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ക്രേറ്റ്, വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരൻ, അതുപോലെ തന്നെ കോബ്ര, മൂർഖൻ, ഇതിൻ്റെ വിഷത്തിൽ സാധാരണ കുറവായിരിക്കും. ലോക്കൽ റിയാക്ഷൻ ചിലപ്പോൾ കണ്ടു തന്നെ വരില്ല. അപ്പോൾ ഈ ലോക്കൽ റിയാക്ഷൻ ഇല്ല എന്ന് വെച്ചിട്ട് അത് പാമ്പുകടി അല്ല എന്നല്ല. ഹീമോടോക്സിക് ആയിട്ടുള്ള അണലിയാണെങ്കിൽ ഇതെല്ലാം കാണാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ കാണാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും കാണുക. ആ ഡ്യൂറേഷനും നമുക്കറിയില്ല. പക്ഷേ ന്യൂറോടോക്സിക് ആയിട്ടുള്ള നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പുകളിൽ ഇത് ചിലപ്പോൾ കുറവായിരിക്കും. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങളിലേക്ക് വരികയാണ്. ഹീമോടോക്സിക് ആയിട്ടുള്ള അണലിയിൽ ബ്ലീഡിംഗ് ആണ് പ്രധാനപ്പെട്ട. സ്കിന്നിൽ നിന്ന് ബ്ലീഡിംഗ് വരാം, നമ്മുടെ ഗംസിൽ നിന്ന്, മൂക്കിൽ നിന്ന്, യൂറിനിൽ, നമ്മുടെ യൂറിൻ്റെ കളറ് ചിലപ്പോൾ റെഡായി, ഡാർക്ക് റെഡായി, ചിലപ്പോൾ ബ്ലാക്ക് വരെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെയിനായിട്ട് പല സ്ഥലങ്ങളിൽ, ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആണ് അണലി വിഷത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ന്യൂറോടോക്സിക് ആയിട്ടുള്ള കോബ്ര, ക്രേറ്റ്, വെള്ളിക്കെട്ടൻ, അതുപോലെ തന്നെ മൂർഖൻ, ഇതിൻ്റെ വിഷത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥ പാരലൈസ്ഡ് ആവുകയാണ്. ഡ്രൂപ്പിംഗ് ഓഫ് ഐസ്, നമ്മുടെ കണ്ണ് ഇങ്ങനെ വീണ് നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങുന്ന പോലെയാവും. അതുപോലെ തന്നെ ബ്ലഡ് വിഷൻ, നമുക്ക് കാഴ്ച മറയും, 1-2 കാണാം. അതുപോലെ തന്നെ തൊണ്ട, നമുക്ക് ഭക്ഷണം ഇറക്കാനും ശ്വസിക്കാനും ഒക്കെ വളരെയധികം, ശരീരം മൊത്തമായിട്ട് വീക്ക്നെസ്, അതിൽ തന്നെ ശ്വസനിക്കാനുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേഞ്ചറസ് ആണ്. സോ നമ്മുടെ ഓരോരോ നാഡീവ്യവസ്ഥയും മസിലുമായിട്ട് പാരലൈസ്ഡ് ആവുന്നതാണ് ന്യൂറോടോക്സിക് വെനത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ASV ഉള്ള ആശുപത്രിയിലേക്ക് എത്തിക്കണം.